ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ വീഡിയോ ആണ്. ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ്. സിമ്പിളാണ്, ബിഗിനേഴ്സിന് പറ്റിയതാണ്. പിന്നെ എൻ്റെ ഹെയറിൽ നോക്കിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ഹെയർ ഉള്ളൊക്കെ നല്ലോണം കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തിക്കൊക്കെ ഹെയർ ആണെങ്കിൽ എന്നെക്കാൾ എന്തായാലും നല്ല ഹെയർ ആയിരിക്കും. ആ ഹെയറിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ട് സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. 3 ടൈപ്സാണ്. ഇതുപോലെയല്ലേ നമ്മൾ സാധാരണ പോണിറ്റെയിൽ കെട്ടുന്നത്, എല്ലാം എടുത്തിട്ട് അല്ലേ. ഇനി ഇങ്ങനെ ചെയ്യണ്ട. എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കുറച്ച് മുടി എടുത്തിട്ട് മുകളിലെടുക്കാറില്ല. കുറച്ച് മുടി എടുത്തിട്ട് മുകളിലൊരു ബുഷ് എടുത്ത് കെട്ടും, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിടും, അല്ലെങ്കിൽ ഒരു ക്ലിപ്പിടും, ബനാന ക്ലിപ്പിടും. ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ക്ലിപ്പിടാറില്ലേ. അങ്ങനെ 2 സെക്ഷൻ ആക്കാം. ഹെയർ സ്റ്റൈൽ കെട്ടുമ്പോൾ ആണ് ഞാൻ ആലോചിച്ചത്, എനിക്ക് മനസ്സിലായത്, ദൈവമേ, എൻ്റെ ഹെയറിൻ്റെ തിക്നെസ് മൊത്തം പോയി. അല്ലെങ്കിലും വലിയ തിക്നെസ് ഒന്നുമില്ല, എന്നാലും ഇത് ഓരോ ദിവസം മുടി കൊഴിയുന്നതിൻ്റെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ മനസ്സിലായി എനിക്ക്. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് മുടി ഒരുപാട് പോകുന്നുണ്ട് എന്ന്. അപ്പോൾ ഇതുപോലൊരു കുറച്ച് വലിയ ബുഷ് എടുത്തിട്ട് കെട്ടിക്കൊടുക്കാം. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് നിങ്ങൾക്ക് പാദസത്തിൻ്റെ സൗണ്ടും ഒരു സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഒന്ന് സഹകരിക്കണേ. കണ്ടോ, ഇതുപോലെ കെട്ടിയിട്ട് ഹെയർ കുറച്ച് ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഹെയർ പുറത്തേക്ക് എടുക്കാം. ക്ലിയർ ആയില്ലേ? എന്നിട്ട് കുറച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ വിടുന്നുണ്ടെങ്കിൽ അതുപോലെ വിട്ടാലും ഹെയർ ഒരുപാട് കാണുന്ന പോലെ ആവും. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് വിടാം. ഓക്കെ, ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. എന്തൊന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കണ്ടോ, ഇതാണ് പ്രശ്നം. എൻ്റെ ആ സെൻറ്റർ ഇത് സ്കൂളിൽ പോകുമ്പോൾ ആ 2 ഭാഗം കെട്ടി എൻ്റെ അവിടെ അങ്ങനെ തന്നെ ആയി. ഇപ്പോൾ ശരിയാവുന്നേ ഇല്ല അത്. എന്നിട്ട് ആ ഹെയർ നമ്മൾ ബുഷ് ഇട്ടിട്ട് ഞാനിപ്പോൾ കാണിച്ച ഹെയർ മുമ്പിലോട്ടിടാം. ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത് ക്ലിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിലുള്ള ഹെയറില്ലേ, അത് നിങ്ങൾക്ക് എത്ര മുകളിൽ വേണോ, ഞാനിപ്പോൾ ഇത്രേ ആക്കുന്നുള്ളൂ, പരമാവധി മുകളിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ നമുക്ക് ഹൈ പോണിറ്റെയിലാവും. ഇതിപ്പോൾ കെട്ടിക്കഴിയുമ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച അത്ര ഹൈ പോണിറ്റെയിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിനേക്കാൾ മുകളിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് വേണം റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സംഭവം കുറച്ച് ലൂസാക്കിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ താഴെ റബ്ബർ ബാൻഡ് ഇട്ട ഹെയർ അതിൽ കൂടെ എടുക്കാം. ഓക്കെ, അതിൽ കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല പോലെ ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്യൂട്ട് ഹെയർ സ്റ്റൈലായിട്ട് മാറും. എൻ്റെ ഹെയർ നിങ്ങൾ നോക്കിയേ വേണ്ട, നിങ്ങളെ ഹെയറിന് നല്ല ഭംഗിയുണ്ടാവും ഈ രീതിയിൽ ചെയ്താൽ. കണ്ടോ, അവിടെ എന്തോ ഒരു ലെവലില്ല, എന്തോ വല്ലാത്തൊരു പ്രോബ്ലം പോലെ തോന്നുന്നു എനിക്ക് എൻ്റെ ഹെയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്യൂട്ട് ഹെയർ സ്റ്റൈൽ. ഇങ്ങനെ ചെയ്തിട്ട് മുമ്പിലത്തെ മുടി കുറച്ച് ഇടാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അടുത്ത ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. സെയിം രീതി തന്നെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. മുടിയിൽ ജടയൊക്കെ നല്ലപോലെ ചീകി കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, എന്നോട് കുറേ പേര് പറഞ്ഞു കുറേ പേരായി പറയുന്നത് ബാക്ക് ഹെയർ സ്റ്റൈൽ കാണിക്കുമ്പോൾ നിങ്ങൾ ബാക്കിൽ ഫോം വെച്ചിട്ട് ചെയ്യണം. പക്ഷെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ? അപ്പോൾ എനിക്ക് കണ്ണാടി വെക്കാനൊരു പ്ലേസ് ഇല്ല. ഫോൺ നോക്കിയിട്ട് ഫോണിൻ്റെ അടുത്താണ് ഞാൻ കണ്ണാടി വെക്കുന്നത്. അപ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് പരമാവധി നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് പോലെ കാണിച്ച് തരുന്നുണ്ട് ഞാൻ. ഇതൊക്കെ ഒന്ന് സഹകരിക്കണം കേട്ടോ. തുടക്കക്കാരായതുകൊണ്ട് പല കുറവുകളുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ നമുക്ക് ഫസ്റ്റൊക്കെ ഇങ്ങനെയല്ലേ പറ്റൂ. നമ്മുടേതായ രീതിയിൽ, പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചു തരാനല്ലേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വലിയ ബുഷല്ല, ഒരു ഇതുപോലത്തെ റബ്ബർ ബാൻഡ് തരത്തിലുള്ള ഒരു ബുഷില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, താഴത്തെ പാർട്ടീഷൻ 2 ഭാഗമാക്കും, 2 പാർട്ടീഷനാക്കും ഞാൻ. ഓക്കെ, എന്നിട്ട് ആ 2 പാർട്ടീഷൻ്റെ നടുവിൽ നമ്മൾ ആദ്യം മുകളിൽ കെട്ടി വെച്ചതിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ 2 പാർട്ടീഷൻ കൊണ്ടുവരും. മുകളിലേക്ക് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പരമാവധി മുകളിലേക്ക് കൊണ്ടുവരണേ. ഞാൻ ഉദ്ദേശിച്ചത്ര മുകളിലേക്ക് ഇത് വന്നിട്ടില്ല. എത്ര മുകളിലേക്ക് നിങ്ങൾക്കാക്കുന്നോ
അത്രയും ഹൈ പോണിട്ടയിൽ കിട്ടും. ഓക്കെ, ഞാനിത് വിചാരിച്ചത്ര വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ വിചാരിച്ചത്ര വന്നിട്ടില്ല. ആ ഫസ്റ്റ് ഞാൻ ബുഷ് കെട്ടിൽ അവിടത്തേക്ക് എത്തണം. സത്യം പറഞ്ഞാൽ മുകളിലേക്ക് വരണം. ഇതത്ര മുകളിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ മുകളിലേക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഹെയർ സ്റ്റൈല്. മുമ്പിലോട്ടൊക്കെ മുടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതടുത്ത ഹെയർ സ്റ്റൈല് സെയിം 2 പാർട്ടീഷനാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരെ അവർ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഇയർ ടു ഇയർ സെക്ഷൻ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ക്രിമ്പ് ചെയ്യുക. ആ ഇയർ ടു ഇയർ സെക്ഷൻ വഴി തന്നെയാണ് എല്ലാ മോഡലും വരുന്നത് ഹെയർ. ആ ക്രിമ്പ് ഇയർ ടു ഇയർ എടുത്തിട്ട് ക്രിമ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ 2 സൈഡ് ആണ് അവർ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെയിം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇയർ ടു ഇയർ അല്ല, മുകളിലെ കുറച്ച് മുടി മുകളിൽ കെട്ടിയിട്ട് താഴെ ഭാഗം ബാക്കിയുള്ള മുടി വെട്ടിയിട്ടില്ല. അങ്ങനെ ആ ഈ 2 സെക്ഷൻ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അങ്ങനെ കണ്ടോ. ഇപ്പോൾ ഇതുപോലെ കെട്ട് ഇങ്ങനെ വിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അധികം ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്, എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലും നമുക്ക് ഓളിയം കാണിക്കും. മുമ്പിൽ കെട്ടിവെച്ച മുടി മുമ്പിലോട്ടിട്ടിട്ട് ഇങ്ങനെ ബാക്ക് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരമാവധി ബാക്ക് തന്നെ കാണിക്കുന്നത്. ഈ ഭാഗം മുകളിലേക്ക് പരമാവധി എത്ര മുകളിലേക്ക് പറ്റുന്നു അത്രയും മുകളിലേക്ക് നിങ്ങൾ ബുഷ് ഇട്ട് കൊടുക്കുക. ഇതത്ര ഞാൻ ഉദ്ദേശിച്ചത്ര ആയിട്ടേ ഇല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ തെറ്റുകൾ. നിങ്ങളങ്ങനെ ചെയ്യല്ലേ, മുകളിലേക്കാക്കുക. എന്നിട്ട് നേരത്തെ ഞാൻ മുടീൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ കെട്ടിവെച്ച മുടി എടുത്തില്ല, അതുപോലെ ഇതുപോലെ ഉൾഭാഗത്തെ മുടി പുറത്തേക്ക് എടുത്തിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് മുകളിൽ നമ്മളിട്ട ബുഷ് ഊരിക്കൊടുക്കുക. ഊരിയിട്ട് ഈ താഴെ കെട്ടിയ റബ്ബർ ബാൻഡ് അതിൻ്റെ കൂടെ ചേർത്ത് ആ മുകളിലത്തെ ഹെയറും താഴത്തെ ഹെയറും ഒന്നിച്ച് ബുഷ് ഇട്ടിട്ട് ടൈ ചെയ്ത് വെക്കാം. പരമാവധി മുകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ടൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഹൈ പോണിട്ടയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആവുന്നു, മനസ്സിലാവുന്നു. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ എൻ്റെ വീഡിയോസിൽ കാണാം. ക്ഷമിക്കുക, സഹകരിക്കുക. എല്ലാ തുടക്കക്കാരും ഇങ്ങനെ തന്നെയാണ് പിന്നെ വലിയ നിലയിൽ വലിയ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണ്. തുടക്കം തന്നെ നമ്മൾ നല്ലതിൽ വരില്ലല്ലോ, ചെയ്തല്ലേ വരാം. മുടി കണ്ടോ എൻ്റെ പോയത്, ഒരുപാട് മുടി കൊയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടാറ്റാ.